നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടല്ലോ, അത് വളരെ സേഫായിട്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് എങ്കിലും ചില സന്ദർഭങ്ങളിൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോഴേ ഇത്തരം സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകും, അതാണ് നമ്മളുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ ദയവായിട്ട് എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോടെ മറക്കാതെ പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിനുള്ളിൽ ഉള്ള അമിതമായിട്ടുള്ള ചൂടാണ്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരു ഹൈ ടെമ്പറേച്ചർ ഏരിയയിൽ നമ്മൾ ദീർഘനേരം സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള വാതകത്തിൻ്റെ മർദ്ദം ക്രമേണ വർദ്ധിക്കുകയും അത് ഒരു എക്സ്പ്ലോഷനിലോട്ട് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിസിക്കൽ ഡാമേജ് ആണ്. അതായത് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ എവിടെയെങ്കിലും ശക്തമായിട്ട് വീഴുകയോ അല്ലെങ്കിൽ ഹാർഡായിട്ട് എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വിള്ളലുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ വിള്ളൽ ഉണ്ടാകുമ്പോൾ ഇതിനകത്തുള്ള പ്രഷർ കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ ഈർപ്പം കൂടിയ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ, കുറേ കാലം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഉള്ളിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ തുരുമ്പ് പിടിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സ്റ്റിംഗ്വിഷറിൻ്റെ സ്ട്രെങ്ത് വളരെയധികം കുറയാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ സ്ട്രെങ്ത് കുറയുന്നതനുസരിച്ചിട്ട് ഇതിനുള്ളിൽ ഹൈ പ്രഷർ കൂടായി കഴിയുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അതായത് എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആൾക്കാർ, ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ സർവീസിലൊക്കെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളുകൾ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിലൊക്കെ ചേഞ്ചസ് വരുത്താൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ ഒരു എക്സ്പ്ലോഷനിലേക്ക് നയിച്ചേക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സിൻ്റെ സർവീസിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് മാത്രം ഫയർ എക്സ്റ്റിംഗ്വിഷർ സർവീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഇതിൻ്റെ സേഫ്റ്റി ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് നിങ്ങളിത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് സൺലൈറ്റിലൊന്നും കൊണ്ടുവെക്കാതെ ഇത് വളരെ കൂളായിട്ടുള്ള ഏരിയയിൽ മാത്രം സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. നിങ്ങൾക്കിപ്പം ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, യൂസ് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഉപയോഗിച്ചിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇതിലെഴുതിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ നമ്മൾ കറക്റ്റ്, അതായത് നമ്മൾ സേഫായിട്ട് നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണോടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ മറ്റൊരു ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.